10ാം ക്ലാസ്സുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. അതായത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തുമസ് എക്സാമിന് നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നന്നായി പഠിച്ച് പോയാൽ മതി. ഞാനിവിടെ ചെയ്യുന്ന കണക്കുകളൊക്കെ നന്നായി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട്. മാത്സിൽ A+ ഷുവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതുമായിട്ട് എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് ഇത് കിട്ടണമെന്നുണ്ടെന്ന് ഷെയർ ചെയ്യണം. അവരുടെ അടുത്ത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയണം. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എക്സ് റെപ്രസെൻറ്റ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയാണ്. എ ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു x² + 8x ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഈ x² + 8x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനെ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്ത് ആഡ് ചെയ്താലാണ് ഏത് സംഖ്യ ആഡ് ചെയ്താലാണ് ഇതൊരു x² + 8x എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുക. ഇതാണ് ചോദ്യം. ബി ക്വസ്റ്റ്യനിൽ പറയുന്നത് x² + 8x = 20 ആണെന്നുണ്ടെങ്കിൽ വിച്ച് നമ്പർ ഇസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പർ ആയിരിക്കും? അപ്പോൾ ചെയ്ത് തുടങ്ങാൻ പോവാണേ. നമ്മൾ ഒരു ചോദ്യം വന്നാൽ, അതായത് x² + 8x, ഈ ഒരു പിന്നെ ഈ x² + 8xനെ നമുക്കൊന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഏത് നമ്പർ ആഡ് ചെയ്യണം? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിൻ്റെ കോവിഷ്യൻ്റ്, അതായത് എക്സിൻ്റെ ഗുണോത്തരത്തിന്, അതിപ്പോൾ എക്സിൻ്റെ കോവിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 8 അല്ലേ? എക്സിൻ്റെ കോവിഷ്യൻ്റ് അഥവാ എക്സിൻ്റെ ഗുണോത്തരം എന്ന് പറയുന്നത് 8ആണ്. ഈ 8നെ നമുക്കൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുന്ന ഉത്തരം? 4. ഈ 4ൻ്റെ സ്ക്വയർ എത്രയാണോ അതാണ് ഇവിടെ നമ്മൾ ഈ x² + 8xൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്യാണ്. ബി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉള്ള ചോദ്യം x² + 8x = 20. ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി. x² + 8x = 20 എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി. x² + 8x - 20 = 0. ഇങ്ങനെ ഒന്നാക്കി മാറ്റി കൊടുക്കുക. അപ്പം നമുക്ക് ഇപ്പം മനസ്സിലായില്ല അത് ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? -b ± √b² - 4ac / 2a. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ a = എത്രയാണ്? x²ൻ്റെ കോവിഷ്യൻ്റാണ്. x²ൻ്റെ ഗുണോത്തരം എന്ന് പറയുന്നത് 1. ഇനി എക്സിൻ്റെ കോവിഷ്യൻ്റ് അഥവാ എക്സിൻ്റെ ഗുണോത്തരം എന്ന് പറയുന്നത് 8 c എന്ന് പറയുന്നത് -20. കണ്ടോ? ഇതന്നെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബി എന്ന് നമുക്ക് കിട്ടിയത് 8ആണ്. അപ്പോൾ -8 ± കാണുന്നില്ലേ? ബി എന്ന് വെച്ചാൽ 8. അപ്പോൾ 8² - 4 a എന്ന് വെച്ചാൽ 1, 1 c എന്ന് വെച്ചാൽ -20 2 × 1. എയുടെ വില നമുക്കറിയാം 1 ആണ്. അപ്പോൾ 2 × 1. കണ്ടല്ലോ? then is equal to -8 ± √8ൻ്റെ സ്ക്വയർ 64
പിന്നെ നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെ ഒറ്റ ടൈമാണ്. കണ്ടോ? ഇവിടെ മുതൽ ഇവിടെ വരെ ഒറ്റ ടൈമാണ്. അപ്പോൾ നമ്മളത് ഒരുമിച്ച് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഇൻറ്റു ചെയ്ത് കൊടുക്കുമ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് 4 × 20 80 ബൈ 2 × 1 2. കണ്ടോ? ഓക്കെ, then is equal to -8 plus or minus root of രണ്ടും 64 80 നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 144 all by 2 is equal to -8 plus or minus 144ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 12 അപ്പോൾ 12 all by 2. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള എൻ്റെ കുറേ ഷോർട്സിലും കുറേ വീഡിയോസിലൊക്കെ ഞാൻ പിന്നെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറേ സിമ്പിൾ മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പോയി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി ഈ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പവഴിയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈസ് ഈക്വൽ ടു -8 + 12 by 2 -8 - 12 by 2 ഈസ് ഈക്വൽ ടു നമുക്കറിയാം 8 നെഗറ്റീവും 12 പോസിറ്റീവാണ്. അപ്പോൾ വേറെ വേറെ സൈനാണ്. വേറെ വേറെ ചിഹ്നം വന്നാൽ കൂട്ടാൻ പാടില്ല, കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടണം. കുറച്ച് കഴിയുമ്പോൾ 4 പോസിറ്റീവ് 12 ചിഹ്നം ഇട്ടിട്ട് പോസിറ്റീവ് വരും. 4/2 സൈൻ കേട്ടോ. പോസിറ്റീവ് ഇട്ടു കാരണം ഇതിൽ വലുതിൻ്റെ ചിഹ്നമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക, സൈനാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4/2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മലയാളം പറയണത് പിന്നെ മലയാളം മീഡിയം സ്റ്റുഡൻസിന് കൂടിയിട്ട് ഇതൊന്ന് കിട്ടാനാണ് മലയാളം കൂടി ഒന്ന് പറയണത് കേട്ടോ. ഇനി ഇവിടെ -8 -12 രണ്ടിൻ്റെയും ഒരേ സൈനാണ്, ഒരേ ചിഹ്നമാണ്. അപ്പം നമുക്കറിയാം നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം -20 ആണ് ഉത്തരം വരുന്നത്. -20/2 ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ -10 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു നാച്ചുറൽ നമ്പറാണ്. എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എണ്ണൽ സംഖ്യ ആയിരിക്കണം എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? +2 ആണോ -10 ആണോ? +2. ഇതാണ് ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ പാരലൽ ടു ദി ആക്സിസ്. അതായത് ചിത്രത്തിൽ ഇതാണ് ഫിഗർ, ഇത് കണ്ട ഫിഗർ. ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ആർ, റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് ചതുരത്തിൻ്റെ വശങ്ങൾ പാരലൽ ടു ദി ആക്സിസ്, ആക്സസുകൾക്ക് പാരലലാണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിക്സ് ആർ A 2 3 ആൻഡ് C 5, 7. ഓപ്പോസിറ്റ് വെർട്ടിക്സ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് വെർട്ടിക്സ് ആണ് തന്നേക്കുന്നത് റെക്ടാങ്കിളിൻ്റെ. A 2 3 C 5 7. പിന്നെ ചോദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 2 വെർട്ടിക്സ്. മറ്റ് 2 വെർട്ടിക്സിൻ്റെ കോർഡിനേറ്റ്സിന് കൂടി കണ്ടുപിടിക്കണം. അതേപോലെ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് AC. AC എന്ന് പറയുന്നത് നമുക്കറിയാം ACയുടെ ഡയഗണലാണ്, ഈ ഡയഗണലിൻ്റെ നീളം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ A 2 3 പിന്നെ C 5 7. അപ്പോൾ ഇവിടെ B നമുക്കറിയാം എയുടെയും ബിയുടെയും എക്സ് ആണോ വൈ ആണോ ഈക്വൽ വരാമെന്നറിയാലോ. എയുടെയും ബിയുടെയും വൈ ആണ് ഈക്വൽ വരാം. അതുപോലെ ബിയുടെയും സിയുടെയും എക്സ് ആണ് ഈക്വൽ വരാം. അപ്പോൾ 5, 7. നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാനായിട്ട് ഡിയും എയും തമ്മിലുള്ള ബന്ധം ഡിയുടെയും എയുടെയും എക്സ് ആയിരിക്കും ഈക്വൽ ആവുക, ഡിയുടെയും സിയുടെയും വൈ ആയിരിക്കും ഈക്വൽ ആവുക. അപ്പോൾ 2, 7. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. എ ക്വസ്റ്റ്യൻ. മറ്റ് 2 വെർട്ടിക്സിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് AC-യുടെ നീളം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ AC-യുടെ നീളം കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വേഷൻസ് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ എക്സ് 2 ആണ്. അപ്പോൾ നമുക്കതൊന്നും ഇവിടെ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടാ കേട്ടോ. 2 3 A 2 3
സി 5 7. ഇവിടെ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ x1ഉം x2ഉം ഒരുപോലെയല്ല, y1ഉം y2ഉം ഒരുപോലെയല്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് x1 നമ്മളിവിടെ നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പേര് ഇതുപോലെ കൊടുത്തു വെക്കേണ്ട. എത്ര അറിയുന്നവരാണെങ്കിലും ഇങ്ങനെ കൊടുത്തു വയ്ക്കണം. പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ ടെൻഷൻ മൂലമൊക്കെ പെട്ടെന്ന് മാറിപ്പോവും. അപ്പോൾ എത്ര അറിയുന്നവരാണെങ്കിൽ ഇതൊന്നിങ്ങനെ നോട്ട് ചെയ്തിട്ട് വേണം, മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ x1ൻ്റെ വില 2 മൈനസ് x2 5 സ്ക്വയർ പ്ലസ് y1 3 മൈനസ് y2 7 സ്ക്വയർ is equal to root of 2 minus 5 minus 3 സ്ക്വയർ. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമായിരിക്കണം എഴുതേണ്ടത്. പ്ലസ് ഇവിടെ അതെ സൈൻ വ്യത്യാസമാണ്. പോസിറ്റീവ് 3യും നെഗറ്റീവ് 7ആണ്. ആഡ് ചെയ്യാൻ പാടില്ല. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ മൈനസ് 4 സ്ക്വയർ is equal to root of നെഗറ്റീവ് 3യുടെ സ്ക്വയർ, നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവും, 3യുടെ സ്ക്വയർ 9 ആവും. പ്ലസ് നെഗറ്റീവിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആവും, 4ൻ്റെ സ്ക്വയർ 16 ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈസ് ഈക്വൽ ടു 5. അപ്പം നമ്മുടെ എ സിയുടെ നീളം എന്ന് പറയുന്നത് 5. അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 144 square centimeters and its height is 8 centimeter. What is the length of one base edge of the pyramid? B question, what is its slant height? C question, B question ചെരിവ് ഉയരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. C question, find the lateral surface area of the pyramid. പാർശ്വതല പരപ്പളവ് C question കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ, ഒരു സമചതുര സ്തൂപികയുടെ ബേസ് ഏരിയ, പാദപരപ്പളവ് 144 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് എഡ്ജ്, ഒരു പാദവക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം അത് സ്ക്വയർ പിരമിഡിൻ്റെ ആണ്. അപ്പോൾ 4 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബേസ് എഡ്ജ് എത്രയാണ്? ബി ക്വസ്റ്റ്യൻ ചെരിവുയരം എത്രയാണ്? സി ക്വസ്റ്റ്യൻ പാർശ്വതല പരപ്പളവ് എത്രയാണ്? അപ്പോൾ നമുക്കൊന്ന് കണക്ക് ചെയ്യാം. അപ്പോൾ ബേസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആദ്യം തന്നെ നമ്മളെല്ലാം അറിയാവുന്ന ഇക്വേഷനൊക്കെ ചെയ്തിടണം കേട്ടോ. SSLCക്ക് ആണെങ്കിലും അറിയാവുന്ന എല്ലാം എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ബേസ് അറിയാവുന്നത് എഴുതുന്നതിന് മാർക്കുണ്ട്. മുഴുവൻ ശരിയായില്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നത് ഉത്തരത്തിന് അതിൻ്റെതായ മാർക്ക് കിട്ടും. അപ്പോൾ അയ്യോ എനിക്ക് ഈ ചോദ്യം അറിയില്ല എന്ന് വെച്ചിട്ട് SSLCക്ക് നിങ്ങളത് വിട്ട് കളയാൻ പാടില്ല. നിങ്ങളത് മാക്സിമം അറിയാവുന്നതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതാണെങ്കിലും ഒരു സ്റ്റെപ്പിനാണെങ്കിലും SSLCക്ക് നമുക്ക് മാർക്ക് കിട്ടും കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നമുക്ക് അതിന് ചിലപ്പോൾ മാർക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ SSLC എക്സാമിന് എന്താണെങ്കിലും ഓരോ സ്റ്റെപ്പിനടക്കം നമുക്ക് മാർക്കുണ്ട്. അപ്പോൾ അറിയാവുന്ന എല്ലാം നമ്മൾ ചെയ്ത് വെക്കണം. ഓക്കെ, എഴുതി വെക്കണേ. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയർ പിരമിഡിൻ്റെ എ സ്ക്വയർ ആണ് അല്ലേ. ആ എ സ്ക്വയർ എന്ന് പറഞ്ഞത് ഇവിടെ 144 എന്നാണ് തന്നത്. അപ്പോൾ എ ബേസ് എഡ്ജ് കാണാൻ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ അത് റൂട്ട് 144 ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ബേസ് എഡ്ജ് കിട്ടിയിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് അവർ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ബേസ് എഡ്ജ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ് തന്നിരിക്കുന്നത്? ബേസ് എഡ്ജ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടല്ലോ. ദെൻ നമ്മൾ ഇനി ഇതിൻ്റെ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സ്ലാൻ ഹൈറ്റ് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് L അല്ലേ. L ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ, അത് ഹൈറ്റ് സ്ക്വയർ, പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ L സ്ലാൻ ഹൈറ്റ്, H ഹൈറ്റ്, A എന്ന് പറയുന്നത് ബേസ് എഡ്ജ്,
അപ്പോൾ L ഈസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് h സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 12/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു L ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 പ്ലസ് 12/2 എത്രയാ 6 അല്ലേ. അപ്പോൾ 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. ആഡ് ചെയ്യുമ്പോൾ റൂട്ട് 100. അപ്പോൾ L ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ദെൻ നമ്മളോട് സി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. കണ്ട, ലാറ്ററൽ സർഫേസ് ഏരിയ. ലാറ്ററൽ സർഫേസ് ഏരിയ കാണാനായിട്ടുള്ള ഇക്വേഷൻ, അതായത് പാർശ്വതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ലാറ്ററൽ സർഫേസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവ് ഈസ് ഈക്വൽ ടു 2AL. കണ്ടോ? അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞ സംഭവങ്ങളാണ്. 2 ഇൻറ്റു എന്താണ് 12 ഇൻറ്റു L എത്രയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്? കണ്ട 10 ഇസ് ഈക്വൽ ടു 12. 2 ഇൻറ്റു 12 നമുക്കറിയാം എത്രയാണ്? 24. 10 0. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാം. 12 240 cm സ്ക്വയർ എന്ന് എഴുതണം. ഏരിയ ആണ്. ഓക്കെ, കണ്ട അവിടെ ഒരു ഫിഗർ വന്നിരിക്കണം കേട്ടോ. ഒരു ഫിഗർ വന്നിട്ടുണ്ട്, നല്ലപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്, ഇത് ഒറിജിനാണ്, ഇത് P, ഇത് A. കണ്ടോ? P പോയിന്റ്, A പോയിന്റ്. ദെൻ ഇവരുടെ ക്വസ്റ്റ്യൻ വായിച്ചിരിക്കുന്നത്, ഇൻ ദ ഫിഗർ OAP ഈസ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ചിത്രത്തിൽ തന്നിരിക്കുന്ന OAP എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സമഭുജ ത്രികോണമാണ്. OA ഈസ് ഈക്വൽ ടു 6 യൂണിറ്റ്. A ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് A. എയുടെ കോർഡിനേറ്റിനെ കണ്ടുപിടിക്കണം. B ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ perpendicular distance from P to the x axis. അപ്പോൾ ഫൈൻഡ് ദ perpendicular distance from P to the x axis. അപ്പോൾ നമ്മുടെ പിയിൽ നിന്നും, അതായത് ഈ പിയിൽ നിന്നും നമ്മുടെ എക്സ് ആക്സിസ് ഏതാ? ഇതല്ലേ എക്സ് ആക്സിസ്. അപ്പോൾ പിയിൽ നിന്നും എക്സ് ആക്സിലേക്കുള്ള, കണ്ട ഇവിടെ നമ്മളൊരു വര വരച്ചു കൊടുക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് പി. പിയുടെ കോർഡിനേറ്റ്സ്, പിയുടെ സൂചകസംഖ്യ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ. എയുടെ സൂചകസംഖ്യ എന്താണ്? നമുക്കറിയാം എ ഇവിടെ നീളം പറഞ്ഞിട്ടുണ്ടല്ലേ. OA ഈസ് ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 യൂണിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ OA 6 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഈക്വിലേറ്റർ ട്രയാങ്കിൾ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു സമഭുജ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 സൈഡും ഈക്വൽ അല്ലായിരിക്കാം വരിക. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇതും 6 യൂണിറ്റ് വരും, ഇവിടെ ഇതും 6 യൂണിറ്റ് തന്നെയാണ് വരിക. ഇനി എയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് സിമ്പിളായി. ഇവിടെ തൊട്ട് ഇവിടം വരെ 6 ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എത്രയാണ്? 6 എന്നുള്ള പോയിൻ്റ് അല്ലേ, 6 എന്നുള്ള യൂണിറ്റ് അല്ലേ വരുന്നത്. അങ്ങനെയാകുമ്പോൾ എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എക്സിൻ്റെ കോർഡിനേറ്റ് ഒന്ന് എഴുതാം. എക്സിൻ്റെ കോർഡിനേറ്റ് എക്സിൽ 6, വൈയിൽ എത്രയാണ്? അത് വൈയുടെ ആക്സിസിലേക്ക് നമ്മൾ കൂട്ടിമുട്ടിക്കുമ്പോൾ വൈയുടെ എത്രയാണ്? ഇവിടെ O എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിൻ അല്ലേ. അപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 ആണ് അല്ലേ. അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് 0. അപ്പോൾ ഇതാണ് എയുടെ കോർഡിനേറ്റ്. ഇനി ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ബി ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ എക്സ് ആക്സിസ്. അതായത് ഈ പിയും നമ്മുടെ എക്സ് ആക്സിസും നമ്മൾ അകലം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, അതായത് ഇതൊരു നമ്മുടെ ഈക്വിലേറ്റർ ട്രയാങ്കിളാണ്. ഈക്വിലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡ്സ് ആർ ഓൾസോ ഈക്വലാണ്. 3 സൈഡും വശങ്ങൾ ഈക്വലാണ്. അപ്പോൾ പിയിൽ നിന്നും നമ്മുടെ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന ഈ വര എന്ന് പറയുന്നത് ഈ റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും എഡ്ജിലുള്ള ഈ ഒരു മൂലയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മുടെ ഈ
ഒ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഈ വശത്തെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യും, കൃത്യമായിട്ട് ഇതിനെ ബൈസെക്റ്റ് ചെയ്യും, പകുതിയാക്കും. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് ആയിരിക്കും ഉത്തരം? 3 യൂണിറ്റ്. ഇവിടെ 3 യൂണിറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് ഈക്വലേറ്റർ ട്രയാങ്കിളാണ്, ഇത് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചപ്പോൾ ഇത് 90 ഡിഗ്രി ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇതെല്ലാം 60 ആണ്. കൃത്യമായിട്ട് നമ്മളിങ്ങനെ വരച്ചപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയി? 30 ഡിഗ്രി ആയി. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3, 30 ഡിഗ്രി ഓപ്പോസിറ്റിന് 3 ആണ്. അങ്ങനെയാകുമ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റിൻ്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം 3 ഇൻറ്റു √3, 3√3. അപ്പോൾ ഈ 30 ഡിഗ്രി 90 ഡിഗ്രി 60 ഡിഗ്രിയുടെയൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പിന്നെ കുറേ ഷോർട്സുകൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഉത്തരം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ 30ക്ക് എതിരെ 3 കിടക്കുന്നത്, 60ക്ക് എതിരെ അപ്പോൾ 3 ഇൻറ്റു √3, 3√3 കണ്ടോ. അപ്പോൾ ഈ നീളം, ബി ക്വസ്റ്റ്യൻ നീളം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 3√3 യൂണിറ്റ്. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് പി. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും? വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്കത് മനസ്സിലായി. കാരണം ഈ എക്സിൽ ഇത് 0 0 ആണ്, ഒറിജിനാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണ് അല്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെ, അപ്പോൾ ഇവിടെ 3 അല്ലേ വരാം, ഇവിടെ 3 ആണ് വരാം. ഇവിടെ തൊട്ട് ഇവിടം വരെ നീളം 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും. അപ്പോൾ പിന്നെ എക്സിൽ പിയുടെ കോർഡിനേറ്റ് എക്സിൻ്റെ 3, വൈയുടെ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടുള്ള നീളം എത്രയാണ്? 3√3 അല്ലേ? അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് 3√3 തന്നെയാണ് വരിക പോയിന്റ്. അപ്പോൾ വൈയുടെ കോർഡിനേറ്റ് എത്രയാണ്? 3√3. അത് അതും നമ്മൾ കണ്ടുപിടിച്ചു. 3, 3√3.